ഹായ് എവരി വൺ. നമ്മളിന്ന് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. വി ആർ ഗിവൺ n മെട്രിസസ്. വി ഹാവ് ടു മൾട്ടിപ്ലൈ ദം ഇൻ സച്ച് എ വേ ദാറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആർ മിനിമം. നമുക്ക് ഒരു n മെട്രിസസ് തന്നിട്ടുണ്ടായിരിക്കും. ഈ n മെട്രിസസിനെ ഓപ്പറേഷൻസ് മിനിമം വരുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് കാണാം. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ 3 മെട്രിസസ് ഉണ്ട്. എയുടെ ഡയമെൻഷൻസ് 1x2, ബിയുടെ ഡയമെൻഷൻസ് 2x3, സിയുടെ ഡയമെൻഷൻസ് 3x4. നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ ഈ 3 മെട്രിസസിനെ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഒന്ന്, ഈ എയുടെയും ബിയുടെയും ഇടയ്ക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അന്നേരം നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ബി സിയെ മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് ബി സിയെ മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് കിട്ടിയ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി വരിക, ബിയുടെയും സിയുടെയും ഇടയ്ക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അന്നേരം എ ബി ഒരു ഗ്രൂപ്പായിട്ട് വരും, പിന്നെ സി. ഇവിടെ നമ്മൾ എ ബി എന്ന് പറഞ്ഞ 2 മെട്രിസസിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് മെട്രിക്സിനെ സിയു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓപ്പറേഷൻസ് ഇൻ ബ്രാക്കറ്റ് എ ബ്രാക്കറ്റ് ബി സി. ഇങ്ങനെ ചെയ്യുമ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ എത്ര ഓപ്പറേഷൻസ് വരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ബി സി എന്ന് പറഞ്ഞ മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യും. ബി സി എന്ന് പറഞ്ഞ മെട്രിസസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്ര ഓപ്പറേഷൻസ് ആണ് വരിക? 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഇവിടെ 3 ഒരു തവണ എടുക്കുകയുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 12 ആണ്. അതെന്ന് പറഞ്ഞാൽ 24. ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ സിയു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഒരു ഔട്ട്പുട്ട് മെട്രിക്സ് കിട്ടും. ആ ഔട്ട്പുട്ട് മെട്രിക്സിനെ ഞാൻ കെ എന്ന് പേര് കൊടുക്കുകയാണ്. ഈ കെയുടെ ഡയമെൻഷൻസ് എത്രയായിരിക്കും? 2 ഇൻറ്റു 4. 2 ഇൻറ്റു 4 ആയിരിക്കും കെ എന്ന് പറഞ്ഞ ഈ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ. ബി എ സിയു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം നമുക്ക് കെ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ 2x4 ആണ്. ഇനി നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ കെ എന്ന് പറഞ്ഞ മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അന്നേരം വരുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എത്രയാണ്? 1 ഇൻറ്റു 2, ഒരു തവണയേ 2 വരുള്ളൂ, ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 ഓപ്പറേഷൻസ് ആണ്. നമുക്ക് ഈ ഒരു കേസിൽ വന്ന ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ 24 + 8 ആണ്. അതെന്ന് പറഞ്ഞാൽ 32 ആണ്. 32 ഓപ്പറേഷൻസ് ആണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഓപ്പറേഷൻസ് ഇൻ ബ്രാക്കറ്റ് എ ബി ബ്രാക്കറ്റ് സി. ആദ്യം നമ്മൾ എയും ബിയെയും മൾട്ടിപ്ലൈ ചെയ്യും. എയും ബിയെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് ഓപ്പറേഷൻസാണ് വരിക? 1x 2x3 എന്ന് പറഞ്ഞാൽ 6 ആണ്. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ
മെട്രിക്സ് കെ ആണെന്ന് വിചാരിച്ചോ. ഈ കെയെ നമ്മൾ സി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ കെയുടെ ഡയമെൻഷൻസ് എത്രയായിരിക്കും? എയും ബിയെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഡയമെൻഷൻ 1×3. 1×3യെ 3×4 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അന്നേരം വരുന്ന ഓപ്പറേഷൻസ് 1×3×4 എന്ന് പറഞ്ഞാൽ 12 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ ഒരു കേസിൽ വരിക 18 ആണ്. നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ ബി സി ഇത് 32 ആണ്. നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ ബി ബ്രാക്കറ്റ് സി ഇത് 18 ആണ്. മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞാൽ 3 മെട്രിസസിൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് 18 ആണ്. മിനിമം ഓഫ് 32 ആൻഡ് 18 അതെന്ന് പറഞ്ഞാൽ 18 ആണ്. അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടായിട്ട് 18 റിട്ടേൺ ചെയ്യും ഈ ഒരു കേസിൽ. 4 മെട്രിസസ് നമുക്കുണ്ടെന്ന് വിചാരിച്ചോ, എ ബി സി ഡി. അന്നേരം വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എത്രയായിരിക്കും? ആദ്യത്തെ സ്പ്ലിറ്റ് വരിക ഇവിടെ വെച്ചായിരിക്കും. അന്നേരം നമുക്ക് എ ബ്രാക്കറ്റ് ബി സി ഡി എന്ന് കിട്ടും. പിന്നെ രണ്ടാമത്തെ സ്പ്ലിറ്റ് വരിക ഇവിടെ വെച്ചായിരിക്കും. അന്നേരം എ ബി സി ഡി എന്ന് കിട്ടും. പിന്നെ മൂന്നാമത്തെ സ്പ്ലിറ്റ് വരിക ഇവിടെ വെച്ചായിരിക്കും. അന്നേരം ബ്രാക്കറ്റ് എ ബി സി ഡി എന്ന് കിട്ടും. ഈ 3 കേസിലെയും മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മിനിമം ഫൈൻഡ് ഔട്ട് ചെയ്യും. അതായിരിക്കും നമുക്ക് വേണ്ട ആൻസർ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യത്തെ ഒരു റിക്കർഷൻ ട്രീയുടെ രൂപത്തിൽ പറയാൻ പോവുകയാണ്. നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ചെയ്യുക, ആദ്യം ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. എ ബി സി ഡി. പിന്നെ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. എ ബി സി ഡി. പിന്നെ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എ ബി സി ഡി. ഈ 3 കേസിലെയും മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഈ 3 കേസിലെയും മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസിൻ്റെ മിനിമം ആയിരിക്കും നമ്മൾ ആൻസറായിട്ട് റിട്ടേൺ ചെയ്യുക. ഈ ഒരു കേസിലെ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെയായിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യുക? ഇതിനെ നമ്മൾ 2 കേസായിട്ട് തിരിക്കും. ഒരെണ്ണം എ മാത്രമുള്ള കേസും ഒരെണ്ണം ബി സി ഡി മാത്രമുള്ള കേസും. ഇവിടെ ഈ ബി സി ഡിയെ നമുക്ക് എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഒന്ന് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ബി സി ഡി. പിന്നെ ഒന്ന് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ബി സി ഡി. ഈ 2 കേസിലെയും മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മിനിമം എടുക്കുമ്പോൾ ഈ ഒരു കേസിൻ്റെ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. ഇവിടുന്ന് നമുക്ക് ബി എന്ന് പറഞ്ഞ ഒരു വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചോ. ഇവിടെ എടുക്കുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ് 0 ആയിരിക്കും, കാരണം ഒരു എലമെൻറ്റ് മാത്രമല്ലേ ഉള്ളൂ. തൽക്കാലം ഞാൻ അതിനെ എ എന്ന് കൊടുക്കുകയാണ്. ജനറലൈസ് ചെയ്യാനായിട്ടാണ്. ഇവിടെ എടുത്ത മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ബി ആണ്. ഇവിടെ എടുത്ത മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എ ആണ്. ബി സി ഡിയെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ y ക്രോസ് z ആണെന്ന് വിചാരിച്ചോ.
ഈ ഒരു ബ്രാക്കറ്റിലുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു മെട്രിക്സേ ഉള്ളൂ. ഞാൻ ജനറലൈസ് ചെയ്യുമ്പോൾ കുറേ മെട്രിക്സസ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് ഈ ഒരു ബ്രാക്കറ്റിലുള്ള മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഡയമെൻഷൻ എക്സ് ക്രോസ് വൈ ആണെന്ന് ഇമാജിൻ ചെയ്യുക. എക്സ് ക്രോസ് വൈ ഉള്ള ഈ മെട്രിക്സിനെയും വൈ ക്രോസ് ഇസഡ് ഉള്ള മറ്റേ മെട്രിക്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് എടുക്കുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എത്രയായിരിക്കും? എക്സ് ക്രോസ് വൈ ക്രോസ് ഇസഡ്. അന്നേരം ഈ കേസിൽ നമുക്ക് വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് എക്സ് ക്രോസ് വൈ ക്രോസ് ഇസഡ് ആയിരിക്കും. സിമിലർലി നിങ്ങൾ ഈ കേസും സോൾവ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് വേറെ കുറേ വാല്യൂസ് കിട്ടും. ഞാൻ ആ വാല്യൂസ് എല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് പിന്ന് വാല്യൂ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കുക. മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ വരിക പി ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ക്യൂ ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ആർ ആണെന്ന് വിചാരിക്കുക. മിനിമം ഓഫ് പി ക്യൂ ആർ ആയിരിക്കും നമുക്ക് വേണ്ട ആൻസർ. ഡയമെൻഷൻസ് ഓഫ് മെട്രിസസ് വിൽ ബി ഗിവൺ ഇൻ ദ ഫോം ഓഫ് അറേ. നമുക്ക് മെട്രിക്സ് ആയിരിക്കില്ല തരിക, മെട്രിക്സിൻ്റെ ഡയമെൻഷൻസ് ആയിരിക്കും. ഡയമെൻഷൻസ് ഒരു അറേയുടെ രൂപത്തിലായിരിക്കും നമുക്ക് തരിക. ഇവിടെ 5 എലമെൻറ്റ്സ് ഉള്ള ഒരു അറയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അന്നേരം അതിൽ 4 മെട്രിസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിന് ഞാൻ M1, M2, M3, M4 എന്ന് പേര് കൊടുക്കുകയാണ്. M1 എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ അറേ ഓഫ് 0 ഇൻറ്റു അറേ ഓഫ് 1. M2 എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ അറേ ഓഫ് 1 ഇൻറ്റു അറേ ഓഫ് 2. M3 എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ അറേ ഓഫ് 2 ഇൻറ്റു അറേ ഓഫ് 3. M4 എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ അറേ ഓഫ് 3 ഇൻറ്റു അറേ ഓഫ് 4. Mi ആണെങ്കിൽ അറേ ഓഫ് i മൈനസ് 1 ഇൻറ്റു അറേ ഓഫ് i ആയിരിക്കും ആ മെട്രിക്സിൻ്റെ ഡയമെൻഷൻ. നമുക്ക് തന്നിരിക്കുന്ന അറേയുടെ ലെങ്ത് n ആണെന്ന് വിചാരിച്ചോ. അന്നേരം നമുക്ക് n-1 മെട്രിസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. M1, M2, M3 അപ് ടു Mn-1. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ മൾട്ടിപ്ലൈ മെട്രിസസ് ഫ്രം 1 ടു n-1. ഇതിനെ ഞാൻ f ഓഫ് 1 n-1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് f1k plus f of k plus 1 n-1 plus array of 0 into array of k into array of n-1, where k greater than or equal to 1 and k less than n-1. kയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിച്ചോ. അന്നേരം സ്പ്ലിറ്റിങ് വരിക ഇവിടെ ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും സ്പ്ലിറ്റിങ് വരിക. ആദ്യം നമ്മൾ f1k ഫൈൻഡ് ഔട്ട് ചെയ്യും. മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഇൻ ദിസ് കേസ്. പിന്നെ നമ്മൾ ഇതിൽ വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ f ഓഫ് k പ്ലസ് 1 n-1. പിന്നെ ഈ 2 കേസിലും നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് അതെന്ന് പറഞ്ഞാൽ അറേ ഓഫ് 0 ഇൻറ്റു അറേ ഓഫ് k ഇൻറ്റു അറേ ഓഫ് n-1. ഇനി
K2 ആകുമ്പോൾ നമ്മൾ ഈ കേസിൽ വരുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ആദ്യം ഇതിലെ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും, പിന്നെ ഇതിലെ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും, അത് രണ്ടും ആഡ് ചെയ്യും. അതിനുശേഷം ഈ രണ്ട് കേസിലും വന്ന മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ്, അത് ഈ ഒരു പാർട്ട്, അതിനെയും ആഡ് ചെയ്യും. സിമിലർലി k = 3 up to n-2. ഇത്രയും കേസസിലെ നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മിനിമം നമ്മൾ ആൻസറായിട്ട് റിട്ടേൺ ചെയ്യും. ഞാൻ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയേക്കാണ്. എഫ് ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് എഫ് ഓഫ് ഐ കെ പ്ലസ് എഫ് ഓഫ് കെ പ്ലസ് 1 ജെ പ്ലസ് array of i-1 into array of k into array of j, where k greater than or equal to i and k less than j. എഫ് ഓഫ് ഐ ജെയുടെ വാല്യൂ 0 ആയിരിക്കും ഇഫ് ഐ ഈക്വൽ ടു ജെ. അന്നേരം നമുക്ക് ഒരു മെട്രിക്സേ ഉള്ളൂ, അന്നേരം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് 0 ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എഫ് ഓഫ് 1 n-1 ആണ്. നമുക്ക് കോഡ് നോക്കാം. റിട്ടേൺ എഫ് ഓഫ് 1 ലെങ്ത് ഓഫ് array -1 array. def എഫ് ഓഫ് ഐ ജെ array ഇഫ് ഐ ഈക്വൽ ടു ജെ. അന്നേരം നമ്മൾ 0 റിട്ടേൺ ചെയ്യും. മിനിമം ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് ഐ എൻ എഫ്. ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ മിനിമത്തെ സെറ്റ് ചെയ്ത് വെച്ചു. ഫോർ കെ ഇൻ റേഞ്ച് ഓഫ് ഐ ജെ operations equal to array of i-1 into array of k into array of j plus f of ik array plus f of k plus 1 j array. Minimum equal to min of minimum operations. At the end നമ്മൾ മിനിമം റിട്ടേൺ ചെയ്യുന്നു. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് 2n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. നമ്മൾ റിക്കേഷൻ ട്രീ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ് അപ്ലൈ ചെയ്യാൻ പറ്റും. മെമ്മോയിസേഷൻ സൊല്യൂഷൻ നമുക്ക് നോക്കാം. നമ്മൾ ഒരു ഡി പി മെട്രിക്സ് എടുക്കും. ഇതിൽ ലെങ്ത് ഓഫ് അറേ നമ്പർ ഓഫ് റോസും ലെങ്ത് ഓഫ് അറേ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആയിരിക്കും. നമ്മൾ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഡി പി ഓഫ് ഐ ജെയിൽ സ്റ്റോർ ചെയ്യും, അതിനുശേഷം റിട്ടേൺ ചെയ്യും. ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡി പി ഓഫ് ഐ ജെ ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യും. ഇതിനെടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n³ ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n². സ്പേസ് കോംപ്ലക്സിറ്റി ഈ ഡി പി മെട്രിക്സ് കാരണമാണ് ഓർഡർ ഓഫ് n² ആവുന്നത്. ടൈം കോംപ്ലക്സിറ്റി എന്തുകൊണ്ടാണ് ഓർഡർ ഓഫ് n³ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ n×n+1/2 ആണ്. n മെട്രിസസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ A1, A2, A3, A4 എന്ന് പറഞ്ഞാൽ 4 മെട്രിക്സിൻ്റെ കേസ് നമുക്ക് നോക്കാം. പോസിബിൾ ഐ ജെ വാല്യൂസ് ഏതൊക്കെയാണ്? 11, 12, 13, 14, 22, 23, 24, 33, 34, 44 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെവലിൽ 4 സബ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. അതെന്ന് പറഞ്ഞാൽ 4 + 3 + 2 + 1 അതെന്ന് പറഞ്ഞാൽ 10. ഇവിടെ 4 മെട്രിസസ് ഉണ്ടായിരുന്നപ്പം 10 സബ് പ്രോബ്ലംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ n×n+1/2 സബ് പ്രോബ്ലംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 4×5/2 ഈ ഒരു കേസിൽ അതെന്ന് പറഞ്ഞാൽ 10 ആണ്. അതാണ് നമുക്ക് കിട്ടിയത്. ഇപ്പം നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് n×n+1/2 ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ഓഫ് n² എന്ന് പറയാം. പിന്നെ ഈ ഫോർ ലൂപ്പ്
ഒരു ഓർഡർ ഓഫ് n ടൈം കോംപ്ലക്സിറ്റിയും എടുക്കുന്നുണ്ട്. അന്നേരം ഓർഡർ ഓഫ് n സ്ക്വയർ ഇൻറ്റു n അതെന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ക്യൂബ് ആണ്. അങ്ങനെയാണ് നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ക്യൂബ് ആയിട്ട് കിട്ടുന്നത്. നമുക്ക് നേരത്തെ എഴുതിയ മെമ്മോറൈസേഷൻ കോഡിലോട്ട് ഒന്നുകൂടി നോക്കാം. ഇവിടെ നമ്മൾ f(1) ലെങ്ത് ഓഫ് array -1 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഈ ഐയുടെയും ജെയുടെയും വാല്യൂസ് റിക്കർസീവ് കോൾസിൽ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? ഐയുടെ വാല്യൂസ് ഫ്രണ്ടിലോട്ടായിരിക്കും റിക്കർസീവ് കോൾസിൽ പോവുക. ജെയുടെ വാല്യൂസ് പുറകിലോട്ടും. ഐയുടെ വാല്യൂസ് വരിക 1 തൊട്ട് ലെങ്ത് ഓഫ് array -1 വരെ ആയിരിക്കും. ജെയുടെ വാല്യൂസ് വരിക ലെങ്ത് ഓഫ് array -1 തൊട്ട് എവിടം വരെ ആയിരിക്കും? i+1 വരെ ആയിരിക്കും റിക്കേഴ്സീവ് കോഴ്സിൽ വരിക. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയാൽ അത് മനസ്സിലാവും. ഐയുടെ വാല്യൂസ് ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്യുന്നത് റിക്കേഴ്സീവ് കോഴ്സിൽ. ജെയുടെ വാല്യൂസ് ബാക്കിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. എവിടം വരെയാണ്? i+1 വരെ. നമ്മൾ ടാബുലേഷൻ എഴുതുമ്പോൾ ഐയുടെ വാല്യൂസ് ബാക്ക് സൈഡിൽ നിന്നായിരിക്കും ഫോർ ലൂപ്പിൽ വരിക. ജെയുടെ വാല്യൂസ് ഫ്രണ്ടിൽ നിന്നും i+1 തൊട്ട് ലെങ്ത് ഓഫ് array -1 വരെ. നമുക്ക് കോഡ് നോക്കാം. def f of array n equal to length of array dp equal to 0 into n for underscore in range of n. ഞാൻ ഈ കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡി പി മെട്രിക്സിലെ എല്ലാ എലിമെൻസും 0 ആക്കി. ഫോർ i in range of n-1 to 0. ഐയുടെ വാല്യൂസ് റിക്കേഴ്സീവ് കോൾസിൽ ഫ്രണ്ടിലോട്ടായിരുന്നു മൂവ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ ഫോർ ലൂപ്പിൽ ബാക്കിലോട്ടാണ് റേഞ്ച് വരുന്നത്. പിന്നെ ഇവിടെ ജെയുടെ വാല്യൂസ് ലെങ്ത് ഓഫ് array -1 തൊട്ട് i+1 വരെയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ഫോർ ലൂപ്പിൽ i+1 തൊട്ട് n വരെ ആയിരിക്കും റേഞ്ച് വരിക. മിനിമം ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് inf for k in range of ij operations equal to array of i-1 into array of k into array of j plus dp of ik plus dp of k plus 1j minimum equal to min of minimum operations. ഈ ഒരു പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ഫംഗ്ഷന് പകരം ജസ്റ്റ് നമ്മൾ ഡി പി മെട്രിക്സ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ വിത്ത് i and k. അത് കഴിഞ്ഞ് ഡി പി ഓഫ് ij നമ്മൾ മിനിമം ആക്കി. അറ്റ് ദ എൻഡിൽ നമ്മൾ ഡി പി ഓഫ് 1 n-1 ആൻസർ ആയിട്ട് റിട്ടേൺ ചെയ്യും. ഇതിനെടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ക്യൂബ് ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n സ്ക്വയറും.